മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ സമയം പോകുന്ന വഴി അറിയില്ല അല്ലേ. അങ്ങനെ ദാ ഒരു ശനിയാഴ്ച അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. ദാ പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ അടുക്കളയിലോട്ട് കയറുവാണ്. അപ്പം നോക്കിയപ്പോൾ ദാ രണ്ടുപേരും ക്ഷീണിച്ച് ഉറങ്ങുവാണ് കേട്ടോ. വെളുപ്പിനെ എണീറ്റ് രണ്ടുപേരും പഠിച്ചു. പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഉറങ്ങും. അപ്പം ഞാൻ ഓർത്ത് ഉറങ്ങി എണീക്കുമ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ബീഫ് അങ്ങ് ഓർഡർ ചെയ്തു. അപ്പം നല്ല ഫ്രഷ് ബീഫ് കൊണ്ടുവന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഇതാ ഒരു കുക്കറിലേക്ക് 3-4 സവാള നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തു. 2-3 പച്ചമുളക് നേരിയതായിട്ട് കീറി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, മീറ്റ് മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൈ കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ ചെയ്യാമല്ല, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളേ. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ബീഫെല്ലാം ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ലൂസ് കറിയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചോ. എനിക്ക് ഇത്തിരി തിക്ക് കറിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അങ്ങ് അടച്ച് വെക്കാം. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് നന്നായിട്ട് അങ്ങോട്ട് വേകട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. വേറൊന്നുമില്ല, പുട്ടുണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ പുട്ടിനുള്ള വെള്ളവും കൂടെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് വെക്കുക. പുട്ട് ഇച്ചിരി വെള്ളത്തിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് അതങ്ങോട്ട് വെച്ചു. അപ്പം ഞാൻ അജ്മിയുടെ പുട്ടുപൊടിയല്ല കേട്ടോ, അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പുട്ടുപൊടി ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കലില്ല, അരിപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അരിപ്പൊടി കുറച്ചെടുത്തു. 1 കിലോയുടെ പാക്കറ്റായിരുന്നു. അതിൽ നിന്നൊരു ഹാഫ് പോർഷൻ എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്പൂൺ യൂസ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എല്ലായിടവും ഒന്ന് വെള്ളം എത്തിക്കഴിയുമ്പോൾ കുറേശ്ശെ എടുത്തതാ ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താലുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടത് നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. എന്താണെന്നറിയുമോ, നല്ല കട്ടയൊന്നും ഇല്ലാതെ മാവ് കിട്ടും. അപ്പോഴത്തേക്കിനും ഒരാൾ കണ്ണൻ തിരുമ്മി വരുന്നുണ്ടേ. പുട്ടും ബീഫും. ഈ ഒരു ചിരി ഉണ്ടല്ലോ, എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രണ്ടുപേരും എന്തെങ്കിലും ഇഷ്ടത്തോടു കൂടി ഉമ്മി എനിക്കത് ഉണ്ടാക്കിത്താന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുത്തില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുറുകിയ ബീഫ് കറി മറ്റേ അടുപ്പിലോട്ട് പുട്ടും വേവിക്കാൻ വെച്ചു. അങ്ങനെ നോക്കിയേ നല്ല സന്തോഷത്തോടു കൂടി ഇരുന്ന് തിന്നുന്നുണ്ടോ. ഇത് മതി എനിക്ക്. അങ്ങനെ ഞാനും എടുത്ത് പുട്ടും ബീഫും കേട്ടോ. പൊള്ളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഓക്കെ, ബൈ.